അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ കുമ്പളയെ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ ചോറിലേക്കൊക്കെ നന്നായിട്ട് ഒഴിച്ച് കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു കറിയായിട്ട്. ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. ഞാൻ സ്മിത. അപ്പം നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വായോട്ടാ. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന പച്ചക്കറികൾ കൊണ്ടാണ് നമ്മൾ പാചകങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളതെന്ന്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മുടെ എ യൂണിക് ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ചാനലിലാണ് ഉള്ളത്. ഇന്നപ്പോൾ ഞാനുണ്ടല്ലോ നോക്കി നമ്മുടെ കുമ്പളങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്നുണ്ട്. ഇത് നമുക്ക് മുറിച്ച് നോക്കാം കേട്ടാ. എന്തായാലും ഇത്രയും വലിയ കുമ്പളങ്ങ ആകുമ്പോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇത് മുറിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാനായിട്ട്. അപ്പൊ ഇതാ നല്ല കനമുണ്ട് കേട്ടോ കുമ്പളങ്ങക്ക്. ചെറിയൊരു കഷ്ണം മതിയാവട്ടെ നമുക്ക്. ഇത്രയും ഭാഗം മുറിച്ചെടുക്കുന്നുള്ളൂ. കാണുമ്പോ തന്നെ നല്ല തുടള്ളൊരു കുമ്പളങ്ങയായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, നോക്കിയേ, നല്ല കുമ്പളങ്ങ. കുറച്ച് ചോറുള്ളൂ. എത്രയും മതി നമുക്ക്. ഇത് നുറുക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാലോ കഷ്ണം. അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കട്ടെ. നീക്കല്ല, അവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ കേട്ടാ. അപ്പൊ ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ കുമ്പളങ്ങയും അതേപോലെ തന്നെ ഒരു മാങ്ങയും. പരിപ്പൊന്നും വേണ്ട കേട്ടാ. വെറുതെ കുമ്പളങ്ങ മാങ്ങി മാത്രം മതി. വളരെ എളുപ്പത്തിൽ ഭയങ്കര സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ നമുക്ക് കുമ്പളങ്ങയുടെ തൊലിച്ചെടുക്കാം. ഈ ഉള്ളിലത്തെ ഈ ഒരു ചെറിയൊരു ഭാഗം ഇത്ര കളയുള്ളൂ. കണ്ട, നൈസായിട്ട് കളയുള്ളൂ. നോക്കി എന്തൊരു കനളാന്ന് നോക്കിയോ നമ്മുടെ കുമ്പളങ്ങ. നമുക്കുണ്ടല്ലോ ഇതാ കുമ്പളങ്ങ ഇഷ്ടമുള്ള രീതിയിൽ കഷ്ണങ്ങളാക്കിട്ട് നുറുക്കാട്ടാ. ഇപ്പൊ ഇത് ഇത്തിരി കനുള്ള കുമ്പളങ്ങ കാരണം ഞാൻ അതാ ഇങ്ങനെ സെന്റർ കൂടി മുറിച്ചിട്ടാണ് കഷ്ണങ്ങളാക്കണേ. ഇത് ഈ ഒരു വലുപ്പത്തിലായിട്ട് നുറുക്കിയെടുക്കണേ. എന്താ ഇപ്പൊ നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകണമെങ്കിൽ കഴുകിയെടുക്കാട്ടാ. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ കുമ്പളങ്ങയാണ്, നല്ലതാണ്, തൊലി ചെത്തി. അപ്പൊ നമ്മൾ കഴുകണില്ല. ആ വെള്ളം അതേപോലെ തന്നെ കഴുകി കളയണില്ല, ഉപയോഗിക്കാണ് ചെയ്യണേ കേട്ടാ. ഇനി നമ്മൾ നോക്കിയ മാങ്ങ തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു മാങ്ങ ഇട്ട് കൊടുക്കാട്ടാ. അപ്പൊ ഇതാ അത്യാവശ്യം വലിപ്പമുള്ളൊരു കഷ്ണമായിട്ട് നുറുക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ മാങ്ങ പെട്ടെന്ന് ഉടയും. അപ്പൊ വലിപ്പത്തിൽ തന്നെ ഞാൻ നുറുക്കുന്നുണ്ട്. ഇനി അതേപോലെ നമ്മൾ അതിലേക്ക് ഇതാ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് നമുക്ക് നടുക്കിണ്ടി കൊടുക്കാം. നമുക്കതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ടാ. അപ്പൊ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് കാരണം തന്നെ നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ 1 ടീസ്പൂണും ഇതാ ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാ മഞ്ഞപ്പൊടി ഇതാ 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി. ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ ഞാനിതാ ഒരു 3/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോ കുമ്പളങ്ങ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ മതിയിട്ട് നമുക്ക് വെള്ളം. കണ്ട, നമുക്കിതാ തീ കത്തിച്ച് ചട്ടി അടപ്പത്ത് നമുക്ക് കഴിക്കാം. മൂടി വയ്ക്കാം കേട്ടാ. പെട്ടെന്ന് വേവും കുമ്പളങ്ങയാണല്ലോ. ഇന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ഇതാ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടാ. അതിലേക്ക് നമ്മളിതാ ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കണേ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല വെണ്ണ പൊഴന്ന് അടിച്ചെടുക്കണം കേട്ടാ. നമുക്കുണ്ടല്ലോ ഇതാ മൂടി തുറന്നു വെക്കാം. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു വട്ടം ഒന്ന് തുറന്ന് ഇളക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ നോക്കി നമ്മുടെ കുമ്പളങ്ങ കണ്ടറിയാട്ടതേ വെന്തിട്ടുണ്ട്. എന്താ ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നാളികേരം ഞാൻ എന്താ നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അടിച്ചു കൊണ്ട് നോക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിലും കൂടി നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാറ് കഴുകി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്.
ഈ ഒരു അളവിലാണ് കണ്ട. അധികം കട്ടിയില്ല, അന്ന് അധികം അളവില്ല, ആ രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഇത്തിരി കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറവ് ഒഴിച്ചാൽ മതി. അതല്ല നല്ല അളവ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടുതലൊക്കെ ഒഴിക്കാം കേട്ടോ. ഇതിപ്പോ നോക്കി ഈ ഒരു അളവിലാണ്. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കില്ല. ഒന്ന് തള വരുന്നോടുകൂടി നമ്മൾ ദോശ കേട്ടാ, പെട്ടെന്ന് തന്നെ തള വരും. ഒപ്പം ഞാനിവിടെ ഇതാ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി തടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഇതേ കണ്ട, ഇതിൽ നോക്കിയേ, ഇതേപോലെ അടിവശത്ത് കണ്ട ചെറുതായിട്ട് ഒരു തള വരുന്നുള്ളൂ. ആ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു. കൂടുതൽ തിളപ്പിക്കുക ഒന്നും ചെയ്യരുത് കേട്ടാ. ഇത്രേ ഉള്ളൂ ഈ കറി. നല്ല ടേസ്റ്റുള്ളൊരു കറി, അത് മാത്രമല്ല നല്ല രസത്തിൽ വെക്കുന്നൊരു കറിയാണ്. നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടി ചൂടായതിന് ശേഷമാണ് കേട്ടോ. അപ്പൊ ഞാനിതൊരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടാ. അപ്പൊ തന്നെ നമുക്ക് അതിലേക്ക് ഇതാ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ മുളക് കേട്ടോ, കാരണം ഇത്ര നീളം. പച്ചമുളകൊക്കെ ഇട്ട് ഒപ്പം തന്നെ നമ്മളിത് അതിലേക്ക് ഒരു 6 പച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരട്ടെ കേട്ടാ. നോക്കി ഇതേപോലെ ഒരു കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇത് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കും. ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടാ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായിട്ടിനെ വിളിക്കട്ടെ കേട്ടാ. ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടാ. അടിപൊളിയായിട്ടാ. അത് കുമ്പളങ്ങ കാണുമ്പോ നോക്കിയേ, ചൂട് ചൂട് ചൂട്. അടിപൊളിയാ. നല്ല രസമുള്ള കറിയത്. ഇത് വേറെ ഇപ്പൊ ഒന്നും ആവശ്യമില്ലേട്ടാ. ഇതന്നെ ചോറിനാനായിട്ട് ഇഷ്ട കറി തന്നെ മതി. ശരി, അത്ര രസമായിട്ടുള്ള കറി. പെട്ടെന്നുണ്ടാക്കാൻ, ഏറ്റവും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുമോ? അതാണ്. നമ്മളെ പരിപ്പും കുമ്പളങ്ങ വെക്കുമ്പോ പരിപ്പ് വേവാനുള്ള സമയം അതൊക്കെ ഉണ്ടല്ലോ. ഇത് അങ്ങനെയൊന്നുമില്ല. പിന്നെ കുമ്പളങ്ങ പെട്ടെന്ന് വേവും ചെയ്തുട്ടാ. അടിപൊളിയല്ലേ? അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിനെ എല്ലാവരും നോക്കിയോളാം. ഇത് വാങ്ങിട്ടപ്പോ പുളിയും പാകന്നെയാ വേണ്ടി വന്നല്ലോ. ചോറ് കഴിക്കാനില്ലേ ബെസ്റ്റ് അത്. ശരി, നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്